സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നു. ഒരാഴ്ചക്കിടെ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽപ്പെട്ട് മലയാളികൾക്ക് നഷ്ടമായത് 5,41,00,000 രൂപ. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം സിറ്റി, തൃശൂർ സിറ്റി പോലീസ് മേഖലകൾക്ക് കീഴിലാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സാമൂഹ്യ മാധ്യമങ്ങൾ മറയാക്കിയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വിലസുന്നത്. ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ ഒരാഴ്ചയിൽ മാത്രം വിവിധ ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തത് 13 കേസുകൾ. ഇതിൽ ഇരയായവർക്ക് ഇതുവരെ നഷ്ടപ്പെട്ടത് 5,40,77,150 രൂപ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ ട്രേഡിംഗ്, ഗെയിമിംഗ്, പാർട്ട് ടൈം ജോലി, വിദേശ നിക്ഷേപം തുടങ്ങിയവയുടെ പരസ്യങ്ങൾ നൽകി വിദേശ രാജ്യങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇവരിലേറെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ CBI, ED, പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ്. ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതും പതിവാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ടെലഗ്രാം ചാനലുകൾ വഴിയും ഇങ്ങനെ ഗ്രൂപ്പുകൾ വഴി ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിവാർഡ്സ് വരും. ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് കുറച്ച് പൈസകൾ വരുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം കൂടുതൽ പൈസ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. അപ്പം അതിൻ്റെ റിട്ടേൺസ് വരുന്നത് പോൽ കാണിക്കുന്ന ഒരു ഫേക്ക് വെബ്സൈറ്റ്സും ഉണ്ട്. ഇല്ല 1 മാസത്തിന് ശേഷം വരും, 2 മാസത്തിന് ശേഷം വരും എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ചോദിക്കുമ്പോൾ അതൊന്നും കിട്ടാതെ പോകുന്ന ടൈപ്പ് ഓഫ് ഫ്രോഡ്സും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായത് 3,36,00,000 രൂപയാണ്. തൃശൂർ സിറ്റി പോലീസിന് പരാതി നൽകിയ 3 പേർക്കുണ്ടായത് 56,94,448 രൂപയും ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലെ 5 പേരിൽ നിന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷങ്ങൾ കവർന്നു. ചെറിയ തുകകൾ പ്രതിഫലമായി ആദ്യം നൽകി വിശ്വാസ്യത നേടിയെടുത്ത ശേഷം ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന വൻ തുകകൾ കൈക്കലാക്കുന്നതാണ് തട്ടിപ്പ് രീതി. തട്ടിപ്പാണെന്ന് തോന്നിയത് എന്താ വെച്ചാൽ ഇവര് നമ്മളൊക്കെ വിളിച്ചിട്ട് ഇത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മളതില് പിന്നെ പൈസ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനൊന്നും ചിന്തിച്ചില്ല സത്യം പറഞ്ഞ. അപ്പൊ ഞാനിപ്പോ ഈ ശ്രീബാല എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറില് വാട്സപ്പിൽ വിളിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പൊ ആ പെണ്ണിന്റെ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. ഇപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാന് അവരെടുത്ത് തിരിച്ച് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളിങ്ങനെ പറ്റിക്കാൻ നടക്കല്ലേ. പിന്നെ എന്റെ അടുത്ത് എന്താ നീ പാവാണ്, നീ പുറത്തേക്ക് വരുവോ. അപ്പൊ ഞാൻ പറഞ്ഞു വരാ എന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്കാ വരിക ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓപ്പൺ പ്ലേസിൽ എവിടേക്കാ വിളിച്ചോ. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഓപ്പൺ പ്ലേസിലല്ല, നമ്മൾ ഫസ്റ്റ് മീറ്റല്ലേ, അപ്പൊ നമുക്ക് റൂം എടുക്കാന്ന്. അപ്പൊ ഒരു റൂം എടുക്കാന്ന് പറയണ വെച്ചാല് എന്തായാലും ഒരു പെണ്ണാവില്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്ന ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാനാവുന്നില്ലെന്ന് അധികാരികൾ തന്നെ തുറന്നു പറയുന്നു. 3 ടൈപ്പ് ഓഫ് ഫ്രോഡ്സ് ആണ് നാം കാണുന്നത്. അതിൽ ഈ വെർച്വൽ അറസ്റ്റ്, ഈ ഫെഡെക്സ് സ്കാം എന്ന് പറയുന്ന ഈ ഫേക്ക് കൊറിയർ ഓർ ഫേക്ക് പാർസൽ താങ്കളുടെ പേരിൽ നിന്ന് എവിടെയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇല്ലീഗൽ സാധനമുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സോ വേറെ എന്തെങ്കിലും സാധനമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോലീസ് ഒഫീഷ്യൽസാണ് ഇല്ല കസ്റ്റംസ് ഒഫീഷ്യൽസാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾ വിർച്വലി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അയക്കണം, ഇല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ച് പൈസ തട്ടിയെടുക്കുന്ന ഫ്രോഡ് അത് തൃശ്ശൂരിൽ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു ഫ്രോഡായിട്ട് നാം അടുത്ത കാലത്ത് കണ്ടുവരണം. ഇന്റർനെറ്റും നവമാധ്യമങ്ങളും നിത്യജീവിതത്തിന് തന്നെ ഭാഗമായി കഴിഞ്ഞു നമുക്ക്. അത് മനസ്സിലാക്കിയാണ് തട്ടിപ്പ് സംഘങ്ങളും പുതിയ വഴികൾ കണ്ടെത്തിയിരിക്കുന്നത്. എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ പ്രലോഭനങ്ങളിൽ വീണു പോയേക്കാം. എന്നാൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ അവസാനം നമ്മെ കൊണ്ടെത്തിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലേക്കും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കുമാണെന്ന കാര്യം മറക്കാതിരിക്കുക. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.